ചങ്ങായിന്റെ പേര് ഒരു ബീജമ്മൽ ഇട്ടെടുത്തിട്ട് സ്റ്റാർട്ട് ഷാജഹാൻ ഇതാ കടന്നു വരുന്നു ഊക്ക് വാങ്ങാനായി കോൺടെസ്റ്റന്റ് നമ്പർ 2 അല്ല 3 ഇതിലേതായിരുന്നു ഇതല്ല മലപ്പുറം ഷാജഹാൻ ഇതാ ബ്ലൂടിക്ക് പെട്ടെന്ന് എടുത്തേന്ന് തോന്നുന്നുണ്ട്. അതായത് നീലക്കുയിൽ സ്പെഷ്യൽ മെൻഷൻ എന്ന് പറഞ്ഞാൽ നീലക്കുയിലാണ്. ഇതിന്റെ സ്പെഷ്യൽ മെൻഷൻ എന്ന് പറഞ്ഞാൽ നീലക്കുയിലാണ്. എന്താ ഷാജഹാനെ ഇതെന്റെ പിച്ചാന്ന് നീ എടുത്തോ, എന്റെ ലൈവിൽ നിന്റെ അക്കൗണ്ട് കാണിച്ചിരിക്കുന്നു. സന്തോഷമായല്ലോ, സെറ്റല്ല. അപ്പൊ വീഡിയോ ഇതല്ല ഇതാണ് ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം ഇതിന്റെ കമന്റ്സ് ഒന്നും കാണാത്ത എടാ. കമന്റ്സ് ആണ് ഏറ്റവും കോമൺ. ഇതൊന്ന് കമന്റ്സ് ഓപ്പൺ ആക്കാൻ പറ്റാത്ത കമന്റ്സ് ഓഫ് ആക്കി ഇവൻ. എടാ കമന്റ്സ് തുറന്നു വെച്ചിട്ട് വീഡിയോ കാണണോടാ. ഒരു മിനിറ്റ് ഒന്നുകൂടി ബാക്ക് അടിച്ചു ഫോണിലെടുത്ത കമന്റ്സ് ആണെന്നോടാ. ഫോണിൽ പ്ലേ കമന്റ് എന്താ പി സിയിൽ കമന്റ് എന്താ പറ്റുന്നുണ്ട്. ഫോണിൽ പ്ലേ കമന്റ്സ് ഉണ്ട്. ഇവനെല്ലാം നമ്മൾ എന്തിനാ റീച്ച് കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഈ ഒട്ടാൾക്കെല്ലാം ഫ്രീ പ്രൊമോഷനും കിട്ടിയാൽ ഈ കളവന്മാർ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അല്ല അത് വണ്ടി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ വീഡിയോ എടുക്കാം. അതൊന്നും നോക്കണ്ട. വണ്ടിയൊന്നും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഇവനെ നോക്കാം, ഇവന്റെ വണ്ടീനെ നോക്കണ്ട, ഇവനെ നോക്കാം. ഓക്കെ റെഡി. ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞാല് ഞാൻ റിപ്പോർട്ട് ഒന്നും അടിക്കരുത് എടാ. ഒരുമാതിരി എടാ അത് ബീരുക്കള സ്വഭാവം. ആ പരിപാടി ഇല്ല. ആ പരിപാടി നമുക്കില്ല. റിപ്പോർട്ടും പരിപാടിയൊന്നുമില്ല. റിപ്പോർട്ടൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം വീഡിയോ കാണാം. നിങ്ങൾ സബൂറാക്ക്, വെയിറ്റ് ആക്ക്, വീഡിയോ കാണാം ആദ്യം. ഓക്കെ പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് എന്നോട് എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓളിന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു ഫ്രണ്ട് മെഹറിന്റെ ഫ്രണ്ടാ. മെഹർ പറഞ്ഞ ഇയാളെ ഫ്രണ്ടാന്ന്. മെഹർ എന്ന് പറഞ്ഞാൽ ഇയാളെ മോളാകാനുള്ള പ്രായമുണ്ട് അല്ല. ഇയാൾക്ക് മിനിമം ഒരു 52 വയസ്സുണ്ട് ഇല്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ നിങ്ങൾ ഈ കോമാളികൾ എന്തിനാ ഈ സൈഡിൽ നിൽക്കുന്നത്? അല്ല ഞാൻ ഇങ്ങനത്തെ ഫൈറ്റുകളിൽ എനിക്ക് ഒറ്റക്ക് വേണം. പ്ലീസ് എല്ലാവരും എടാ ശരിയല്ല. ഓ ഒറ്റക്കാണ് ആടിയിരുന്നത്. അപ്പൊ ഞാനും ഒറ്റക്ക് പറയണ്ടേ, ഞാൻ തിരിച്ചു ഒറ്റക്ക് പറയണ്ടേ? അതല്ല അതിന്റെ ഒരു ഇത് അതല്ല ആണത്തം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് എടാ ബായ് കൂട്ടാ മുന്നോട്ടാടിരുന്നോളാം. അപ്പൊ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് ഇതെന്താ എല്ലാരും റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യുന്നത്. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ബഞ്ച് ഓഫ് പുസ്സീസ് അല്ല, മനസ്സിലായി? നമ്മള് ബഞ്ച് ഓഫ് പുസ്സീസ് അല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും റിപ്പോർട്ടോ അങ്ങനത്തെ പരിപാടിയോ ചെയ്യരുത്. റിപ്പോർട്ടോ മെസ്സേജ് പോയി തെറിവില്ല, കമന്റിൽ പോയി തെറിവില്ല. ഊക്കാം ഓക്കെ, ഊക്കിക്കോ, മാനോളം ഊക്കിക്കോ, ഏറി കയറ്റിക്കോ. പക്ഷെ തെറി വിളിയോ റിപ്പോർട്ടോ ആ പരിപാടിക്ക് നിൽക്കണ്ട. ഓക്കെ ഈ വീഡിയോ ഞാൻ കണ്ടതാ മോനെ. ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഇതിൽ ഒരു പകുതി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫുള്ള് തെറി വിളി. അതായത് സായിപ്പിന്റെ സ്ട്രീം അതിനേക്കാളും വലിയ ഫുള്ള് തെറിവിള. പൂമോനെ നായനോനൊക്കെ അത് ഇതാക്കിയിട്ടില്ല. ബാക്കി പൂമോനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള്. അങ്ങനത്തെ ഒരു സീനുണ്ട്. നമ്മളെ സ്ട്രീം എന്ന് വെച്ചാൽ ഫാമിലി അടക്കം TV വെച്ച് കാണുന്നതാണ്. ആ ഒരു പേടി എനിക്കുണ്ട്. എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യണം. ആ സമയത്ത് മ്യൂട്ട് ചെയ്യണം. തെറിവിളിന്റെ ഭാഗം മ്യൂട്ട് ചെയ്യണം. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ചെയ്യണം. പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത അല്ലണം എന്റെ തന്ത ഓന്നെ മ്യൂട്ട് ചെയ്തോണ്ട് കുഴപ്പമില്ല. നേഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ കൂക്കാൻ നായിന്റെ മോനെ അടിച്ചു മൂന്നത്തെ പല്ല് ഞാൻ കൊയ്ക്കും.
ജിന്നെ പറഞ്ഞുകൊണ്ടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ല നായെ, പക്ഷെ ജിന്റെ തന്തര പറഞ്ഞു അത് ഈ ഷാജാ സഹിക്കൂല മോനെ. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി, അത് എനിക്ക് എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്, ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്രയും ഹേർട്ടാവുക, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ എടാ ബാക്കിൽ ഇരുന്നിട്ട് തവള ഇരിക്കുന്ന പോലെ ചിരിക്കാതെ ബാക്കിൽ ഇരിക്കരുത്, മാറി കീഴുന്ന് മാറി. എനിക്ക് ഇത് ഒറ്റക്ക് സംസാരിക്കണം. കോളെ ഞാൻ ഒറ്റക്ക് തന്നെ സംസാരിക്കില്ല, എല്ലാവരും കൂട്ടില്ല, ഞാൻ ഒറ്റക്ക് തന്നെ സംസാരിക്കും. അവൻ്റെ മുന്നിലാണ് ഞാൻ ഒറ്റക്ക് പോയിട്ടിരിക്കും. ഓരോ ലൊട്ടയില്ല. അങ്ങനെ ഗ്യാങ് ആയിട്ട് അവനെ തിരിച്ചു പറയണ്ട, അങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല, മനസ്സിലാവും. അങ്ങനത്തെ ഒന്നുമില്ല, ഞാൻ ഒറ്റക്ക് തന്നെ ഇത്. ഓക്കെ, നേഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇച്ച് എന്താണ് നായ വിചാരിച്ചത്? ഞാൻ കിടന്ന് പിറക്കുന്ന ഒന്ന് പോടാ നായെ, അടിച്ചെന്റെ മൂന്നിന്റെ ചേപ്പിയാ ഒരു നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ. ഇയാള് ഞാനൊരു കാര്യം കേട്ടെ, താറിന്റെ ഹൈറ്റ് എത്രയാ? താറിന്റെ ഹൈറ്റ് എത്രയാടാ? താറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? താറ് എൻ്റെ ഒരു ഓർമ്മയില് താറ് ഇത്രയാ. അതായത് അയാൾ താറിന്റെ ഗ്ലാസിന്റെ ഇത്രയേ ഉള്ളത്. അപ്പൊ അയാൾ എൻ്റെ ഈടെ ഉണ്ടാവും അല്ലെ. അതായത് ഞാൻ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ലേ. അതായത് ഈ മുരടിച്ച കടലാമ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇയാളെല്ലാം അടിക്കൂന്നാ പറയുന്നത്. ഇയാളെല്ലാം അടിക്കൂന്നാ ഞാൻ പറയുന്നത്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ വിടും. ഈ മുരടിച്ച ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണം. ചാറ്റ് പറ ഫൈറ്റ് എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഉടുമ്പിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഇയാൾ അടിച്ച് മോന്ത പൊളിക്കുന്നത്. എടാ അടിക്കാന് മോന്തക്ക് കൈയെത്താനൊരു ഐറ്റമാണ്. ഇയാൾ എങ്ങനെ അടിക്കുക? തുള്ളിയിട്ടാ ഇങ്ങനെയാണ് ഇയാൾ അടിക്കുക. ഇയാൾ എങ്ങനെ അടിക്കുവല്ല? ഇയാൾ അടിക്കുക ശരിക്കും? അതായത് ഷാജാൻ ഖാന്റെ അടിക്കുക എന്നാ പറയുന്നത്. ഷാജാൻ ഖാന്റെ അടിക്കണം പോലും. ഷാജാൻ ഖാന്റെ ആഗ്രഹം അതാന്ന് പോലും. എന്നാൽ നമുക്ക് സാധിച്ചു കൊടുക്കാം. അത് നമുക്ക് സാധിച്ചു കൊടുക്കാം. ഞാനൊരു കാര്യം പറ്റേ, ഫൈറ്റ് എടാ ഞാനൊരു കാര്യം പറ്റേ, ഈ നാട്ടിലത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു വെന്യു വെച്ചിട്ട് ഒരു മാച്ചോ എല്ലാണ്ട് അടിയായി കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ വരും, മനസ്സിലാവും. ഒരു ബോക്സിംഗ് മാച്ചോ അതെങ്ങനെയുണ്ട്? അല്ല ഷാജാൻ ഖാന്റെ ആഗ്രഹം നമുക്ക് തീർത്തു കൊടുക്കാം. ഒരു ബോക്സിംഗ് മാച്ചോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം നമുക്ക് ചെയ്താലോ? എന്താ പറയുന്നത് ചാൻ? യെസ് ഓർ നോ? പ്രശ്നം അറിയോ? ഇയാള് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാള് കാര്യം സംസാരിക്കുന്നില്ല. ഇയാള് മൊത്തമില്ലേ എന്താ പറയുന്നത് അറിയോ? അതായത് വീട് തുടങ്ങി തീരുന്നവരെ ഇയാൾ തെറിയാം, നായിന്റെ മോനെ പൂ ഇതാണ് ഫുള്ള്, മനസ്സിലായി? കാര്യം സംസാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇയാൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാൾ ആഗ്രഹം ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് ഫൈറ്റ് കൊടുക്കാം. എന്താ പറയുന്നത്? അത് നൈസായിരിക്കും. ഞാൻ ഒരു കാര്യം പറ്റേ, പുറത്തെ രാജ്യത്തെല്ലാം ഇങ്ങനത്തെ കുറെ സംഭവം നടന്നിട്ടുണ്ട്, മനസ്സിലായി? ഇങ്ങനെ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയാവുമ്പോൾ ഇവരെന്താ പറയാ, ലീഗലി ഒരു ബോക്സിംഗ് മാച്ച് വെക്കും, മനസ്സിലായി? ഇവനല്ലേ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഇത് സംഭവം എന്താ? ഈ ചങ്ങായിക്ക് സംഭവം ഞാൻ കാണാൻ പറ്റും. ഈ ചങ്ങായിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഇയാളെ നമ്മുടെ ഈ കൂട്ടത്തിൽ ആർക്കും ഇയാൾ അറിയില്ലായിരുന്നു, മനസ്സിലാവും? ഇയാളെ ആടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇയാളെ കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലായിട്ട് ഇയാളന്ന് അതായത് സ്പൾബർ, ഇയാളെ കൂടെ ഉള്ള ഒരാളുണ്ട്, സ്പൾബർ എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, സ്പൾബറിന്റെ കൂടെ ഈ മൂട്ട മരടിച്ച പോലത്തെ ഈ ചങ്ങായി സൈഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. അന്ന് അവിടെ കണ്ണൂരായിട്ട് പോയപ്പോ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. കണ്ണൂർ സൗദി ഷവായ പോയപ്പോ അല്ല ഉണ്ടായിരുന്നോ? അത് ഇയാളായിരുന്നോ അതോ മൂന്നാമത്തെ ആളാ? അല്ല ഇവര് 3 ആളാണ് ഗ്യാങ്. അല്ല ഗ്യാങ് എന്ന് പറയുമ്പോ എനിക്കറിയില്ല, ഇവര് 3 പാർട്ട്നേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇയാളാണോ ഉണ്ടായത്? ഉറപ്പാണോ? ആ രണ്ടാമനാണെങ്കിലോ എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവും? ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ വീഡിയോ ഇറങ്ങുമ്പോ, മനസ്സിലാവും? ഇയാൾക്ക് 1 മില്യൺ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ വീഡിയോ ഇറങ്ങുമ്പോന്ന്. കാര്യം പറയാൻ ഇത് എങ്ങനെയാണ് ഇയാൾക്ക് 1 മില്യൺ എനിക്ക് മനസ്സിലായത്? ഗിവ് അവേ ബോട്ട് എടാ അതായത് പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലാത്ത ഇവരെങ്ങനെ ഇൻഫ്ലുവൻസർ ആവും? ഞാൻ ചോദിക്കുന്നത് ഓക്കെ കഴിവുണ്ട്, ഓക്കെ നമുക്കും കഴിവൊന്നുമില്ല, എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണ്ട. ഇതെന്താണ് അപ്പൊ ഇവൻ ചെയ്യുന്നത്? ഗിവ് അവേ കൊടുക്കുക, ഫോളോവേഴ്സ് ആക്കുക, ഇതാണ് ഇവന്റെ ജോലി. അപ്പൊ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലേ? എന്താണ് ഇവന്റെ എന്താ ഇവന്റെ കണ്ടന്റ്? ഫേക്ക് ഗിവ് അവേയോ ശരിക്കും?
സീരിയസ്ലി ഇല്ല അങ്ങനെ അറിയാത്ത നമ്മളെ ശത്രു ആണെങ്കിലും മിത്രമാണ് ഞാൻ പറയാം. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. അതല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. അങ്ങനത്തെ കാര്യങ്ങളില്ല. ഊക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുക, വേറെ അങ്ങനത്തെ ഇതൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. കൃത്യമായ തെളിവുള്ള കാര്യത്തിന് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പറ്റും. എനിവേസ് കോൾ റാംബോ റാംബോൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ അട്ട പോലത്തെ ഈ കുഞ്ഞി ചങ്ങായിരെ തല്ലാമിട്ട് എന്തിനാണ് റാംബോക്ക് ഈ തൊക്കിൽ വെച്ച് ഇറുക്കിയിട്ട് തീർക്കാം ഈ ചങ്ങായിരെ. എന്തിനാണ് റാംബോനെ വിളിക്കുന്നത്? റാംബോനെ വിളിക്കേണ്ട കാര്യമില്ല, റാംബോനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഓൾഡ് തൊപ്പിയാണ് കേട്ടോ മോനെ. ഞാൻ ഒരു കാര്യം പറ്റും, ഓൾഡ് തൊപ്പി എന്നൊന്നും പറയല്ലോ മുത്തേ. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇയാൾ ഇത്രയും തെറി വിളിച്ചിട്ട് ഒരക്ഷരം ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചാൽ ഞാൻ നീലക്കുയിലൊരു തന്തയില്ലാത്തവനാണ്. നീലക്കുയിലിനെ കൂട്ട് പിടിച്ചിട്ട് കണ്ട വയ്യപ്പോന്ന് പെമ്പിള്ളേരെ ശല്യം ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ തന്തയില്ലാത്തവരും ചെയ്തെന്ന് മാത്രമേ ഞാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒറ്റ തെറി വിളിച്ചാൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓൾഡ് തൊപ്പിയാണെങ്കിൽ ഇങ്ങനെയൊന്നല്ല തെറീൻ്റെ. ഞാൻ ഒരു കാര്യം പറ്റും, ഇവനാകെ അറിയുന്നെന്താ പല്ല് ഞാൻ കൊടുക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കലേ എനിക്കൊരു പ്രശ്നമില്ലട നായ. പക്ഷെ ജിന്റെ തന്തര പറഞ്ഞു ഈ സാജാ സൈക്കൂല മോനെ. അന്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കണ്ടിട്ട് ഇജ് എന്താണ് നായ വിചാരിച്ചത്? ഞാൻ കടന്ന് പിറക്കുന്ന ഒന്ന് പോടാ നായ. ഇയാള് പറയുന്നത് അതായത് നായിന്റെ മോനെ മോനെ ഒന്ന് പോടാ, നായിന്റെ മോനെ ഒന്ന് പോടാ. എടാ ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ ഇത് തെറിയല്ല. സത്യം പറഞ്ഞാൽ ഇത് തെറിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കാരണം മലയാളത്തിലെ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും വെച്ച് കൂട്ടിക്കുവച്ചിട്ട് ശ്ലോകം ചൊല്ലുന്ന പരിപാടിയുണ്ട്. PDF വായിക്കുന്ന പോലെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എനിക്ക് അറിയുന്നത്. ഞാൻ തെറി വിളിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയാണ് പോവുക. മനസ്സിലാ? ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ തെറിവിളി മോഡിലേക്കാണ് കാര്യങ്ങൾ പോവുക. പക്ഷെ ഇത്രയും സമയമായിട്ട് ഇന്നലെ ആയിക്കോട്ടെ ഇന്നായിക്കോട്ടെ ഞാൻ ഒറ്റ വാക്ക് തെറിയായിട്ട്, അതായത് പ്രൊഫാനിറ്റി ആയിട്ട്, ഞാൻ തന്തയില്ലാത്തെന്ന് പറഞ്ഞു ശരി തന്നെ. അതിൽ ഇപ്പം യൂട്യൂബ് ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു TV-യിൽ ഒരു ഫാമിലി ഇരുന്ന് ലൈവ് കാണുമ്പോൾ ഈ തെറി എന്നുള്ള ആ ഒരു സാധനമില്ലേ, ഒച്ചത്തിൽ സ്പീക്കറിൽ വെക്കുമ്പോൾ പ്രശ്നം വരുന്ന സാധനമില്ലേ, അങ്ങനത്തെ ലെവലിലുള്ള ഒരു തെറി പോലും ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് എനിക്ക് ആവശ്യമില്ല. നമുക്ക് ഇതില്ലേ, ഇത് ഒറ്റ തെറിവാക്ക് പറയാണ്ട് ഞാൻ തീർക്കാൻ പോയത്. ഈ ഫൈറ്റ് ഞാൻ ഒറ്റ തെറിവാക്ക് പറയാണ്ട് ഞാൻ തീർക്കാൻ പോയത്. ഓക്കെ, ഇതെന്ന് വെച്ചാല് മാറിപ്പോയി. ഇജ് എന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണോ? ഇത് ഗൈസ്, ഇത് ഞാൻ പറയാൻ മറന്നു. ഞാൻ പറഞ്ഞു വരാം. മലപ്പുറത്തെ പിള്ളേർ തന്തയില്ലാത്തവന്മാരാന്ന് തൊപ്പി പറഞ്ഞെന്നും പറഞ്ഞാണ് ഇയാള് നടക്കുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ചോക്കെ, ഇയാളെ പരിപാടി എന്താണെന്ന് ആലോചിച്ചോക്കെ. അല്ല ഇത് സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങൾ ആലോചിച്ചോക്കെ. ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാള് വയ്യപ്പോന്ന പൊമ്പിള്ളേരുടെ തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു. അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ? ഇത് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ചു വെക്കുക. മലപ്പുറത്താറ തൊപ്പി തന്തക്ക് വിളിച്ചാ നോക്ക്, മലപ്പുറത്താറ തൊപ്പി. അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ നാരിക്ക്, ഈ തന്തയില്ലാത്ത കഴിവേറിക്ക് ഇത് സ്വന്തമായിട്ട് എടുക്കാനുള്ള ത്രാണിയില്ല, അതിനുള്ള ഗഡ്സ് ഇല്ല. എന്നിട്ട് എന്ത് ചെയ്ത് മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലെ ആ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട്, ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു നട്ട് കള്ളം പറഞ്ഞിട്ട്, പച്ച കള്ളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ വിളിച്ചിട്ടാ മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്കുകയാണ് ഈ ശിഖണ്ഡി. അതായത് കാര്യം ഇവനൊരു ശിഖണ്ഡിയാടാ. ഇവനൊരു നാണവും മാനവും ഇല്ലടാ. അതായത് ഇത്രയും ആൾക്കാർ കാണുന്ന ലൈവിൽ, ഇന്നലത്തെ ലൈവിൽ എത്ര വാച്ചിങ് ഉണ്ടായിരുന്നു? ഇന്നിപ്പോൾ എത്ര? 35,000 വാച്ചിങ്. ഇന്നലത്തെ ലൈവില് ഏകദേശം 30,000-ന് മുകളിൽ 32,000-ഓളം വാച്ചിങ് ഉണ്ടായിരുന്നു. മനസ്സിലാ? ഇത്രയും ആൾക്കാർ കാണുന്ന ലൈവില് ഞാൻ പറഞ്ഞ കാര്യം, അതായത് എല്ലാവർക്കും അറിയാം ഞാൻ മലപ്പുറത്താരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ചത് ഇവന്റെ തന്തക്കാന്ന്. പക്ഷെ എന്നിട്ടും അവിടെ പോയി ഒരു പച്ചക്കള്ളം പറയാം. അത് എങ്ങനെയാന്ന് അതിനുള്ള, അതെന്തൊരു ഹിജടയാണ് ഇവൻ. ഈ കുണ്ടൻ ഷാജഹാൻ ഒരു നാണുമാനും ഇല്ലടാ, ഇവന്. അയ്യേ, എടാ മുട്ടുമ്പോ ആണുങ്ങളോട് മുട്ടണമെന്നുണ്ടാ എനിക്ക്. ഇങ്ങനത്തെ ഹിജടകളോട് മുട്ടാൻ എനിക്ക് കുറച്ച് ഒരു ഇതുണ്ടാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വരാല, ഇങ്ങനത്തെ അമ്മമാരോട് മുട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു തുള്ളി ഒളുപ്പുണ്ടെങ്കിൽ ഇല്ലാത്തൊരു കാര്യം മലപ്പുറത്തുകാരെ തന്തക്ക് തൊപ്പി വിളിച്ചതെന്നും പറഞ്ഞാണ് അയാൾ പ്രചരിപ്പിച്ചത്. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കമൻസ് പോയിക്കോ. ഇതിൻ്റെ കമൻസിൽ കോമഡി ഉണ്ട്. ഇതിൻ്റെ കമൻസ് ഫുള്ള് ഇതാ, ഞാനും മലപ്പുറമാണ്, തൊപ്പി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നീയൊക്കെയാണ് മലപ്പുറത്തെ പറയിപ്പിക്കുന്നത്. ഇതാ
മലപ്പുറത്തെ പിള്ളേരല്ല, നിന്റെ മാത്രം. മലപ്പുറത്തെ പിള്ളേരെ പറഞ്ഞോ, നിന്നെ അല്ലേ. അതായത് എല്ലാവർക്കും മനസ്സിലായി റീച്ച് ഉമാൻ ഉണ്ട്, മുമ്പിട്ട് പാടാക്കും. എടാ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. കുര്യാക്കോസ് ഇതിൻ്റെ താഴെ പോയിട്ട് തെറി കമൻറ്റ് ചെയ്തേട്ടാ. അത് ഞാൻ പറയാൻ നിൽക്കുകയാണ്. ഇവിടെ ആരും പോയിട്ട് തെറി കമൻറ്റ് ചെയ്യാൻ ഇതിനെ ഒന്നിനും നിൽക്കില്ല. നമ്മൾ ആ പരിപാടി ഇല്ല, മനസ്സിലായി. നമ്മൾ സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള പരിപാടി ഇപ്പം ഇല്ല, അത് നമ്മൾ നിർത്തിയാണ്. കുര്യാക്കോസ് ഇങ്ങനത്തെ പരിപാടിയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം, കമൻറ്റ് ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറയാം, ഡിലീറ്റ് ചെയ്തില്ലേ? അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആസിഫ് റിയാക്ഷൻ നോക്കാം. ആസിഫ് റിയാക്ഷനിൽ നോക്കാം. വെയിറ്റ് ആക്ക്. ആദ്യം ഇത് തീരണ്ടേ, ഇവനെ വിളിക്കണ്ടേ, നമുക്ക് ഇവനെ കോളാക്കണ്ടേ. ഇതൊക്കെ വെയിറ്റ് ആക്കാം. ആള് വിടട്ടെ. 35K വാച്ചിങ് ആയിട്ടില്ല. ആള് വിടട്ടെ. അപ്പോൾ എനിവേ സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള നാണം കെട്ടവന്മാരാ. കാര്യം പറയില്ല. ഇവരെ സപ്പോർട്ട്, ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് 2-3 ആൾക്കാരുണ്ട്. അത് സാധാരണക്കാരല്ല, ഇവർ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയിലുള്ള ആൾക്കാരാണ്. മനസ്സിലാവും. അതായത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടേംസിലുണ്ടാവും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊളയവല്ലടിച്ചിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സുള്ള ആൾക്കാരില്ലേ, ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതാ. അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായോ? അത് എന്തൊരു കുടുംബശ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവര് ഭയങ്കര ഒരു അത്രയും താന്നാണ്. കുടുംബശ്രീയിൽ എത്രയും നല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എത്ര പേരെ കണ്ടത്? വീഡിയോ എത്ര പേരെ കണ്ടേ? ഇത് മാത്രമേ പറയൂ. ഇയാൾ വെറും തെറി മാത്രമേ ഉള്ളൂ. ഇയാൾ സംസാരിക്കും. ഈ കോൾ എന്നിട്ട് നിങ്ങൾ സ്പാം ചെയ്തില്ല. ഇപ്പൊ കോൾ ചെയ്താലും ഇയാൾ മര്യാദക്ക് സംസാരിച്ച് പിടിച്ചിട്ടാണ്. ബാക്കിതില്ല. ഇയാൾക്ക് നാവില്ലടാ. ഇയാൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ. മനസ്സിലായോ? മാറിപ്പോയി. ഇജെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ളമായ അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കിയുള്ള മായ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടുക. ഷാജാനിക്ക, ഞാൻ വേറൊരു കാര്യം പറയാം, കോളിൽ പറയാം. നിങ്ങൾ കമന്റ് ഇടി. ഏത് കാലട്ടെ ഈ മുട്ടുകാല് പറക്കൂല. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നതേ പല്ല് ഞാൻ പോയിട്ട് നായെ. ആ ഒറ്റ കാര്യം മാത്രം എനിക്ക് കാര്യം പറഞ്ഞല്ലോ. ബാക്കിയല്ലോ ഒക്കെ ആ ഒറ്റ കാര്യം. ഇതെന്തേ എടേ? അപ്പൊ ഷാജാനിക്ക പൂക്കിയായിരുന്നാ? ഇയാളല്ലേ ഇപ്പൊ എന്തോ കറലുവാ? ഹായ് കറലു, ഹായ് തൊപ്പി. ഇതാണ് ഇമോജി. ഇതെന്ത് സംഭവം? അതെന്ത് സംഭവം? ഓൾഡ് തൊപ്പി കമ്പേക്കുന്നത് ഇല്ല. തെറീൻ്റെ ആ ഒരു അങ്ങനത്തെ ലോ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ഓക്കെ, ഒരിക്കലും ആ ഒരു അങ്ങനെ താവില്ല നമ്മൾ. മനസ്സിലാവും. എത്ര വലിയ തെറി നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലും അങ്ങോട്ട് അങ്ങനെ തെറി അഭിഷേകം നടത്തിയിട്ടുള്ള പരിപാടി നമുക്കില്ല. മനസ്സിലാവും. അത് നമ്മൾ നിർത്തി. ഓക്കെ, മാന്യമായിട്ടൊന്നല്ല, പറയേണ്ടടുത്ത് പറയും. ഒരു മയത്തിലെല്ലാം കാര്യങ്ങൾ പറയും. അല്ലാണ്ട് അങ്ങനെ ഹാർഡ് തെറി, കട്ട പച്ച തെറിയായിട്ട് ഞാനൊരിക്കലും ആ ഒരു ഇതിലേക്ക് പോകില്ല. നിങ്ങൾ ആലോചിക്കുക, പണ്ട് ഞാൻ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജാനും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് എപ്പോഴും ഷാജാന്റെ പേര് പറയുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വായിൽ വന്നു. കാരണം ഇയാൾ കറക്റ്റ് എന്തോ ഇവരെ ആക്സെന്റോ എന്തോ എനിക്ക് ഇവരെ എന്തോ ഒരു കണക്ഷൻ സംഭവം ഒരു ബന്ധമില്ല ഇവർ തമ്മിൽ. അത് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇവരെല്ലാം പണ്ട് ഇവരെ ഫേസ്ബുക്ക് കൂട്ടായ്മല്ലേ നമ്മൾ തെറി വിളിക്കുന്നതിനെല്ലാം എന്തെല്ലോ പറഞ്ഞു വിമർശനമായിട്ട് നിന്നത്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ ഇവര് ഇങ്ങനെ റീച്ചിന് വേണ്ടി കഷ്ടപ്പെട്ട് തെറി വിളിക്കലും ഇതന്നെ പരിപാടി, നാണം കെട്ട പരിപാടി. നമ്മൾ മൊത്തം സ്റ്റാൻഡേർഡ് മോഡിലേക്കും പോയി. ഇതെന്താല്ലേ ലോകം ഇങ്ങനെ മാറുന്നല്ലേ? എന്താ അവസ്ഥ അല്ലേ? നിങ്ങൾക്ക് എൻ്റെ ഫോളോ ചെയ്താൽ മാത്രമേ, എടാ ഇവനെ ഫോളോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ ഫോളോ ചെയ്താൽ മാത്രമേ എൻ്റെ കോൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എനിവേസ് ഗൈസ്, ലെറ്റ്സ് കോൾ അവർ മുത്ത് ഷാജഹാൻ ഷാ.